ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ പൂന്തോട്ടം ഭംഗിയാക്കാൻ വേണ്ടി കോളിയസ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലച്ചെടികളുടെ. അപ്പോൾ അതുപോലെ തന്നെ അതെന്ന് വെച്ചാൽ പഴയൊരു ട്രെൻഡാണ് കോളിയസ് ട്രെൻഡ്. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരുപാട് പേർക്ക് കോളിയസിൻ്റെ പല വെറൈറ്റീസ് കളക്ട് ചെയ്യുന്ന ഒരു ഇഷ്ടമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ വീടിൻ്റെ മുറ്റം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നട്ടുവളർത്തുന്ന ഇൻഡോർ ഔട്ട്ഡോർ ഭംഗിയാക്കാനായിട്ട് നട്ടുവളർത്തുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ അഗ്ലോണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന അഗ്ലോണിമ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറും പിന്നെ അതുമാത്രമല്ല എൻ്റെ കയ്യിൽ കുറച്ചേറെ വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ആദ്യം പറയാം കേട്ടോ. ഞാൻ ഇതുപോലത്തുള്ള നമ്മുടെ കാണുന്നില്ലേ, ഇതുപോലത്തുള്ള ചെടിച്ചട്ടിയിലായിരുന്നു ഇതിന് മുന്നേ അഗ്ലോണിമ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സിറ്റ് ഔട്ട് ഡെക്കറേഷൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഭംഗി പോലെ ഫീൽ ചെയ്തു. നമ്മൾ പെട്ടെന്ന് ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഏരിയയാണ് സിറ്റൗട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മാക്സിമം ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഈ ചെടിച്ചട്ടി വെച്ചപ്പോൾ എനിക്കൊരു അഭംഗി ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ചെടികളെല്ലാം ഒന്ന് റീപോർട്ട് ചെയ്തിട്ടോ. പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാന്റ്സ് എല്ലാം റീപോർട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ചെടിച്ചട്ടികളിലാക്കി. ഇത് എനിക്ക് കൂടുതലും വൈറ്റ് കളർ പോട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ്. രാത്രിയായാലും പകലായാലും പ്രത്യേക ഒരു എടുപ്പാണ് വൈറ്റ് പോട്ടിൽ നമ്മൾ ചെടികൾ വെച്ച് കഴിയുമ്പോൾ. അങ്ങനെ ഞാൻ കുറച്ച് വൈറ്റ് പോട്ട്സ് മേടിച്ചു. അതിൻ്റെ വേറെ കളർ വേരിയൻസ് ആണ് കേട്ടോ. ഇത് റോസ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, വേറെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ 3 കളേഴ്സാണ് സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രീനും ഒക്കെ ഉണ്ട്, നമുക്ക് മേടിക്കാൻ കിട്ടും. ലൈറ്റ് ഗ്രീനും ഒക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ സിറ്റൗട്ട് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഈ 3 കളർ ചൂസ് ചെയ്തു. അപ്പോൾ ഈ പോട്ടെന്ന് പറയുന്നത് കുറച്ച് വില കൂടിയ പോട്ടാണ്, എന്നിരുന്നാലും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. വെർജിൻ പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല. അപ്പോൾ ചില പ്ലാസ്റ്റിക് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് വില കുറവിന് മേടിക്കും, പക്ഷേ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഇത് പിന്നെ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. വെയിലത്ത് വെക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ, ചെടിച്ചട്ടി ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ വെർജിൻ പ്ലാസ്റ്റിക്കാണ് കൂടുതലായിട്ട് മേടിക്കാറുള്ളത്, ഇങ്ങനെ ചില ചെടികളൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ മേടിച്ച് സെറ്റ് ചെയ്ത ചെടിച്ചട്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ പല കളേഴ്സ് മിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിനി ഓരോ അഗ്ലോണിമാസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗ്രീനാണ് കൂടുതൽ കേട്ടോ. ഗ്രീനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് സിൽവറും അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു ക്രീമി പോർഷനും വരുന്ന ഒരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇത് അഗ്ലോണിമയുടെ. വളരെ ഭംഗിയാണ്. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാനായിട്ട് കൂടുതലായിട്ട് പ്രിഫറബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഒരു വെള്ള ചിതറിയ പോലെ, വെള്ളയും ക്രീമും ഗ്രീനും തന്നെ ഒരു സ്പ്ലാഷ് ആയതുപോലെ ചിതറിയ പോലുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഒരുപാട് ഹൈറ്റ് ചെയ്യുന്നതല്ല, ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ്. കണ്ടോ, വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല ഡാർക്ക് പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ്. ഉരുണ്ട ലീഫാണ് കേട്ടോ. വലിയ ഇതുപോലുള്ള നീളൻ ലീവ്സ് അല്ല, നല്ല ഉരുണ്ട ഷേപ്പുള്ള ലീവ്സാണ്. സൈഡിലൊരു ലൈൻ പോലെ മാത്രം ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റ് വെക്കില്ല, അടുത്തടുത്ത് ഇലകൾ വന്നിട്ട് ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ ഇതാണ്. ഇതും നല്ല ഡാർക്ക് റെഡ് വരും. നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ റെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് റെഡും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഗ്രീനായിട്ടുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പോലെയുള്ള ലീവ്സാണ് അതിനുള്ളത്. നല്ല നീളൻ ലീവാണ് കേട്ടോ. ഇത് ഉരുണ്ട ലീവ്സ് ആണെങ്കിൽ ഇത് നല്ല നീളത്തിലുള്ള ലീഫാണ്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. നല്ല റേറ്റഡുമാണ് കേട്ടോ. ഇതൊക്കെ നല്ല റേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അടുത്തത് കണ്ടോ, ഇത് ഫുള്ളൊരു ക്രീമും വരും, അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനും വരും. നല്ല ഭംഗിയാണ്. ഇൻഡോർ സെറ്റ് ചെയ്യാനെല്ലാം പറ്റിയൊരു പ്ലാന്റാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല, പെട്ടെന്ന് തന്നെ തൈകൾ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് കേട്ടോ.
പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ സൈഡിൽ വന്നിട്ട് ഒരു ക്രീമും നടുക്കൂടെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറും വരുന്നൊരു ഷെയ്ഡാണ്. വളരെ നമ്മൾ അട്രാക്റ്റീവായിട്ടുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റി കൂടിയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. മാർക്കറ്റിലൊക്കെ നല്ല റേറ്റുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു വൈറ്റാണ് കണ്ടോ. ഇത് നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു പട്ട് പോലെ ഒരു ഫീൽ ചെയ്യും കേട്ടോ. നല്ല പ്ലാസ്റ്റിക് പോലെ നമുക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് പ്ലാസ്റ്റിക് ആണോ എന്നൊരു ഫീല് തോന്നും. ആ ഒരു രീതിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ഭംഗിയുള്ള ഒരു ന്യൂ ട്രെൻഡ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയൊരു തൈയാണ് കേട്ടോ. ഇത് തൈകൾ വന്നിട്ടില്ല. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഈ പ്ലാന്റിനോട് ചെറിയൊരു സാമ്യം ഉണ്ടെങ്കിലും ഇത് കറക്റ്റ് പറഞ്ഞ ഒരു ക്രീമും അതുപോലെ തന്നെ ചെറിയൊരു പിങ്ക് ഷെയ്ഡും കൂടി ഉള്ളതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഫുള്ളായിട്ടൊരു ഓഫ് വൈറ്റും ഗ്രീനും മാത്രം വരുന്ന നീളം ലീവ്സാണ് കേട്ടോ. മറ്റേ നമ്മൾ കൂടുതൽ അഗ്ലോണിമാസ് നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ ഒരു ഉരുണ്ട ലീവ്സാണ് കാണുന്നത്. പക്ഷേ ഇത് നല്ല നീളത്തിൽ വരുന്ന ലീവ്സാണ്. ഒരു പ്ലാന്റ് മാത്രം നിൽക്കുന്നെങ്കിലും പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ആ ചെടിക്കെന്ന് പറയുമ്പോൾ. ഇതിപ്പോൾ അതിനകത്ത് ഒരു ഒറ്റ തൈ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം ഒറ്റ തൈ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ലീവ്സ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടോ. ഒരു പ്ലാന്റ് മതി കേട്ടോ ഭംഗിയാക്കാൻ. ഒറ്റ പ്ലാന്റ് മതി ഒരു ചെടിച്ചട്ടിയിൽ. അത്ര വളരെ ഭംഗിയുള്ളൊരു അഗ്ലോണിമാണിത്. അപ്പോൾ അടുത്തൊരു ഗ്രീനി ആയിട്ടുള്ള അഗ്ലോണിമ വെറൈറ്റിയാണിത്. ഇതും ഒരുപാട് തൈകൾ വരും. ചെടിച്ചട്ടി കവർ ചെയ്യുന്ന രീതിയിൽ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. വലിയ ഹൈറ്റിലൊന്നും പോവില്ല. കുറച്ചുകൂടെ ഒരു ഹൈറ്റിലൊക്കെ വരും. പക്ഷേ ഇങ്ങനെ അടുക്കിന് ലീവ്സ് ആയിരിക്കും. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. ബോത്ത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരു നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഒരുപാട് മറ്റ് അഗ്ലോണിമാസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരുപാട് വലിയ ലീവ്സ് അല്ല, നാരോ ആയിട്ടുള്ള ലീവ്സാണ്. ഒരുപാട് വീതിയല്ല, കുറച്ച് നീളത്തിൽ വീതി ഇല്ലാതെ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ലീവ്സാണ്. നമ്മുടെ ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയുടെ ഒരു ഇതുപോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് അഗ്ലോണിമ വെറൈറ്റിയാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഒരു സിൽവറിനകത്ത് ഡാർക്ക് ഗ്രീൻ വരുന്നതാണ് ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത്. സിൽവറും നടുക്ക് ഡാർക്ക് ഗ്രീൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ തണ്ടെന്ന് പറയുന്നത് ഇതുപോലെ വൈറ്റ് ആയിട്ടുള്ളൊരു തണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ആ ചെടിക്കുണ്ട്. അടുത്തൊരു വെറൈറ്റിയാണ് ഇത് വളരെ ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ലൈറ്റ് പിങ്ക് വരും, അതിനകത്ത് ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കണ്ടോ വളരെ ഭംഗിയാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഇലയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡുള്ള കളർ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ ഈ റെഡൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് അട്രാക്റ്റീവായിട്ട് കൂടുതൽ തോന്നുന്ന ഒരു ഇനമാണിത്. നല്ല റേറ്റുള്ള ഇനമാണ്. നല്ല ഭംഗിയാണ്. ഇതിനകത്തൊന്നും പതുക്കെയാണ് തൈകൾ വരുന്നത് കേട്ടോ. വലിയ സ്പീഡായിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കരുത് ഈ ഒരു പ്ലാന്റ് നട്ടു വളർത്തുമ്പോൾ. പക്ഷേ എന്നാലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറോ ഔട്ട്ഡോറോ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കളറ് വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ലൈറ്റുള്ള ഭാഗങ്ങളിൽ വെക്കുക. ഒരുപാട് ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം, ഞാനിതൊരു പഴയൊരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കുറേ നാളായതാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അത് സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു കേട്ടോ ചെടി കേട്ടോ. ഇത് കണ്ടോ ഒറ്റ തൈയേ ഉള്ളൂ. അതിൽ വേറെ തൈകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നു അത് മാറ്റാമെന്ന് വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നമ്മൾ ഈ ഒരു ചെടിച്ചട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ചെടിച്ചട്ടിയിലും അല്ലെങ്കിൽ ഈ വൈറ്റിലും ഇതിലും കൂടി ചെടികൾ നടുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും. ഇതിനകത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി എന്ന് വെച്ചാൽ ആ പോട്ടിൻ്റെയും കൂടി ഭംഗി നമുക്ക് എടുത്തറിയാൻ സാധിക്കും. മൊത്തത്തിൽ ആ ചെടി ഒരു കളർഫുള്ളാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പോട്ടുകളിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ചെടിയുടെ ഭംഗി തന്നെ ഒരു മറിഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എനിക്കിനി അത് റീപോർട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ തൈയൊന്നും വന്നിട്ടില്ല, നോക്കണം അതെങ്ങനെയുണ്ട്. അതിന് കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് നല്ലപോലെ ആക്കണം. അപ്പോൾ കണ്ടോ ഇത് നല്ലൊരു വെറൈറ്റിയാണ്. വളരെ ഭംഗിയില്ലേ? നമ്മൾ സാധാ ഒരു പോട്ടിൽ വെക്കുന്നതിനെക്കാട്ടിയും ഭയങ്കര ഒരു ഭംഗിയാണ് ഇതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള പോട്ടുകളിൽ നമ്മൾ അഗ്ലോണിമാസ് നിൽക്കുന്ന കാണാൻ തന്നെ. നമ്മൾ സിറ്റ് ഔട്ടായാലും ഇൻഡോർ ആയാലും എല്ലാം മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചട്ടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അഗ്ലോണിമാസ് എൻ്റെയിലുള്ള കളക്ഷൻസിൻ്റെ ഏതെങ്കിലും തൈകൾ വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭംഗിയുള്ള പോട്ടുകൾ വേണമെങ്കിലോ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. നമ്മൾ ഇതിനോടൊരു സാമ്യം തോന്നുമെങ്കിലും ഇതല്ല കേട്ടോ, ഇത് നല്ല ഡാർക്ക് റെഡാണ് വരുന്നത്. ഇത് അത്രത്തോളം ഡാർക്ക് റെഡ് അല്ല, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. കണ്ടോ, ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും കൂടി വരുന്നൊരു ഷെയ്ഡാണ്. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൻ്റെയും തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം. അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റിയാണ്, നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ്. ഇത് അടുത്ത നെക്സ്റ്റ് അഗ്ലോണിമ പ്ലാന്റാണ്. ഇത് കടും പച്ച കളറാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്കിനോട് സാമ്യം പെട്ടെന്ന് തോന്നും. ഈ ലൈറ്റിൻ്റെ ഒരു ഇതിന് നിങ്ങൾക്ക് ബ്ലാക്കായിട്ട് തോന്നും, പക്ഷെ നല്ല ഡാർക്ക് ഗ്രീനാണ്. അതിൻ്റെ നടുക്കൊരു സിൽവറായിട്ട് വരുന്നതാണ് കേട്ടോ. സിൽവർ ഷെയ്ഡ് ഇങ്ങനെ നടുക്ക് ചിതറിയതുപോലെ വരും. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ 2 തൈയാണ് കേട്ടോ അതിൽ നിൽക്കുന്ന ഒരു പ്ലാന്റിൽ 2 തൈ, ബാക്കിയെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അത് ഒരു ചെടിച്ചട്ടി കവർ ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഇൻഡോർ ആയിട്ട് നമ്മൾ ഈ ഗ്രീനൊക്കെ വെക്കുമ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ കണക്ക് തന്നെ ഇതും ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഭംഗി കൂട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ, ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പലരും എൻ്റെ പെറ്റൂണിയ പ്ലാന്റ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെയിലുണ്ടോ, പ്ലാന്റിൻ്റെ സെയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് സെയിലിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനത് തൈകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പെറ്റൂണിയ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ പിക്ചർ സഹിതം നിങ്ങൾക്ക് ഇട്ട് തരാം. എൻ്റെ ഓർക്കിഡ് തോട്ടത്തിൽ പുതിയ 2 ഫ്ലവറും കൂടി വന്നിട്ടുണ്ട്. വേണ്ട, ഇത് വൈറ്റാണ്, ചെറിയൊരു മണം വരുന്നൊരു ടൈപ്പാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. അതും വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടു കാണും, ഇതും പുതുതായിട്ട് അടുത്ത സ്പൈക്കൊക്കെ വിരിഞ്ഞു. പിന്നെ ദേ ഡാൻസിങ് കേളും 2-3 പ്ലാന്റ്സ് ഉണ്ട്. അതെല്ലാം ഇതുപോലെ ഇത് ഫ്ലവർ വിരിഞ്ഞു തുടങ്ങി, മറ്റേതെല്ലാം മൊട്ടുകൾ വന്ന് വിരിയാറായി നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ അതും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഗ്ലോണിമ കളക്ഷൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.